Welcome all. Our subject is Structural Design of Foundation, presented by Meenu Prasad, M2, SACM, Department of Civil Engineering, SNIT, Adur. Contact pressure distribution beneath a raft foundation. റാഫ്റ്റ് ഫൗണ്ടേഷനിലുള്ള കോണ്ടാക്റ്റ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അത് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് കോണ്ടാക്റ്റ് പ്രഷർ, അതുപോലെ തന്നെ കോണ്ടാക്റ്റ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ റിജിഡ് ഫൂട്ടിങ്ങിൽ എങ്ങനെയാണ്, ഫ്ലെക്സിബിൾ ഫൂട്ടിങ്ങിൽ എങ്ങനെയാണ് എന്നൊക്കെ അറിയണം. അപ്പോൾ എന്താണ് കോണ്ടാക്റ്റ് പ്രഷർ? അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം എന്താണ്, സ്ട്രക്ചറിൽ നിന്നുള്ള ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് ഫൂട്ടിംഗ് വഴി സോയിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്താണ് അവിടെ ആ ലോഡ് കാരണം എന്താണ് ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നു. അപ്പം നമ്മൾ കൊടുക്കുന്ന എങ്ങോട്ടാണ്? സോയിലോട്ടാണ്. ആ സോയിലിൽ ഒരു അപ്വേർഡ് പ്രഷർ ഈ ഫൂട്ടിങ്ങിൻ്റെ ബോട്ടം സർഫസിൽ എക്സേർട്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കോണ്ടാക്റ്റ് പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഈ കോണ്ടാക്റ്റ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഫ്ലെക്സിബിൾ ഫൂട്ടിങ്ങിൽ എങ്ങനെയാണ്, റിജിഡ് ഫൂട്ടിങ്ങിൽ എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കോണ്ടാക്റ്റ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ ഫ്ലെക്സിബിൾ ഫൂട്ടിംഗ്. ഫ്ലെക്സിബിൾ ഫൂട്ടിങ്ങിൽ ഓൺ കൊഹസീവ് സോയിലാണെന്നുണ്ടെങ്കിൽ, കൊഹസീവ് സോയിൽ എന്ന് പറഞ്ഞാൽ ക്ലേ സോയിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് കോണ്ടാക്റ്റ് പ്രഷർ എന്ന് പറയുന്ന ഈ ഫിഗറിൽ നമുക്ക് കാണാം. കോണ്ടാക്റ്റ് പ്രഷർ എന്താണ്, യൂണിഫോം ആയിട്ടാണ്. പക്ഷെ അവിടുത്തെ സെറ്റിൽമെൻറ്റ് എങ്ങനെയാണ്, വേരിയിങ് ആണ്. നമുക്ക് കാണാം, ആ ഫിഗറിൽ കാണാം സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് മാക്സിമം അറ്റ് സെൻറ്ററും മിനിമം അറ്റ് എഡ്ജസുമാണ്. ഇനി കൊഹഷൻ ലെസ് സോയിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കോണ്ടാക്റ്റ് പ്രഷർ എന്താണ്, യൂണിഫോം ആണ്. നമുക്ക് ഫിഗറിൽ കാണാം. പക്ഷേ സെറ്റിൽമെൻറ്റോ അത് വേരിയിങ് ആണ്. അത് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് മാക്സിമം അറ്റ് എഡ്ജസും മിനിമം അറ്റ് സെൻറ്ററും ആണ്. ഇനി കോണ്ടാക്റ്റ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ റിജിഡ് ഫൂട്ടിംഗ്. റിജിഡ് ഫൂട്ടിങ്ങിൽ കൊഹസീവ് സോയിൽ ക്ലേ സോയിലാണെന്നുണ്ടെങ്കിൽ സെറ്റിൽമെൻറ്റ് എന്താണ്, യൂണിഫോം ആണ്. ഫിഗറിൽ കാണാം സെറ്റിൽമെൻറ്റ് എങ്ങനെയാണ്, യൂണിഫോം ആണ്. കോണ്ടാക്റ്റ് പ്രഷർ വേരിയിങ്ങുമാണ്. എന്താണ് കോണ്ടാക്റ്റ് പ്രഷർ എന്താണ്, മാക്സിമം അറ്റ് എഡ്ജസും മിനിമം അറ്റ് സെൻറ്ററും ആണ്. ഇനി കൊഹഷൻ ലെസ് സോയിലിൽ എന്താണ്, സെറ്റിൽമെൻറ്റ് യൂണിഫോം ആണ്. കോണ്ടാക്റ്റ് പ്രഷർ എങ്ങനെയാണ്, മാക്സിമം അറ്റ് സെൻറ്ററും മിനിമം അറ്റ് എഡ്ജസും ആണ്. കോണ്ടാക്റ്റ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ബിനീത്ത് റാഫ്റ്റ് ഫൗണ്ടേഷൻ. എന്താണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ? റാഫ്റ്റ് ഫൗണ്ടേഷൻ ഇസ് എ തിക്ക് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് വിച്ച് സ്പ്രെഡ്സ് ഓവർ എ ലാർജ് ഏരിയ ഓഫ് എ സോയിൽ. ലാർജ് ഏരിയയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു തിക്ക് കോൺക്രീറ്റ് സ്ലാബിനെയാണ് നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിലെന്താണ് ഒരു സെവറൽ കോളംസ്, ലോഡ് ബിയറിംഗ് വോൾസും എല്ലാം ഇതിൽ വരും. അതുപോലെ തന്നെ എന്താണ് പുവർ ബിയറിംഗ് കപ്പാസിറ്റി ഉള്ള കേസിലൊക്കെയാണ് സാധാരണ നമ്മൾ എന്താണ് റാഫ്റ്റ് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് വിച്ച് ഹസ് കം ക്ലോസ്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് അടുത്തടുത്ത് കിടക്കുന്നതുകൊണ്ട് എന്താണ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് അവിടെ വളരെ കൂടുതലായിരിക്കും. ആ കേസിൽ നമ്മൾ എന്താണ് റാഫ്റ്റ് ഫൗണ്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലാബ്സ് ഓഫറിംഗ് ഡിഫറെൻറ്റ് റിജിഡിറ്റീസ് ക്യാൻ ബി ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ സോയിൽ ആൻഡ് പാറ്റേൺ ഓഫ് ദ ലോഡിങ്. നമ്മുടെ ലോഡിങ് പാറ്റേൺ അനുസരിച്ച്, നമ്മുടെ സോയിലിൻ്റെ നേച്ചർ അനുസരിച്ച് ഏത് ടൈപ്പ് ഓഫ് സോയിലാണ് എന്നൊക്കെ കൊടുക്കാൻ നോക്കും. പിന്നെ അതുപോലെ തന്നെ എന്താണ് റാഫ്റ്റ് ആർ യൂസ്ഡ് ഇൻ ദ സ്ട്രക്ചേഴ്സ് ലൈക്ക് ചിമ്മിനി, സിലോസ്, കൂളിംഗ് ടവേഴ്സ്, ബിൽഡിംഗ് വിത്ത് basements where continuous waterproofing is needed. Then contact pressure below the raft. A problem which has to be solved while designing a raft foundation is to evaluate the actual contact pressure of the soil against the raft. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊരു റാഫ്റ്റ് ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ എന്താണ് അതിൻ്റെ ആക്ച്വൽ കോണ്ടാക്റ്റ് പ്രഷർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ. അപ്പം ദ കോണ്ടാക്റ്റ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് ദ സോയിൽ, പ്രോപ്പർട്ടീസ് ഓഫ് എ സോയിൽ, നേച്ചർ ഓഫ് എ ഫൗണ്ടേഷൻ, റിജിഡിറ്റി ഓഫ് എ സൂപ്പർ സ്ട്രക്ചർ, ദ ക്വാണ്ടം ഓഫ് ലോഡ്സ് ആൻഡ് ദ റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ്, presence of adjoining foundation, size of the raft, time at which the pressure measurement are taken. And this contact pressure is assumed to be uniform for all types of footing and all types of soil if the loads are symmetric. The load symmetric ആണെന്നുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് ഫൂട്ടിങ്ങിലും എല്ലാ ടൈപ്പ് ഓഫ് സോയിലും കോണ്ടാക്റ്റ് പ്രഷർ അസ്യൂം ചെയ്യുന്നത് എന്താണ്, യൂണിഫോം ആയിട്ടാണ്. പക്ഷേ റിയാലിറ്റിയിൽ എന്താണ് അവിടെ ഒരു സോയിൽ സ്ട്രക്ചർ ഇൻട്രാക്ഷൻ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അത് നോൺ യൂണിഫോം സോയിൽ പ്രഷർ ആയിട്ടായിരിക്കും വരുന്നത്. അവിടെ ഡിഫറൻഷ്യൽ നോൺ യൂണിഫോം സോയിൽ പ്രഷറും ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റും ആയിരിക്കും.
ഇറ്റ് ഹാസ് ബീൻ സജസ്റ്റഡ് ദാറ്റ് ഇൻ കേസ് ഓഫ് സ്ക്വയർ ഫൂട്ടിങ്ങിൽ എങ്ങനെയാണെന്നും റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിൽ എങ്ങനെയാണെന്നും നോക്കാം. സ്ക്വയർ ഫൂട്ടിങ്ങിൽ റെസ്റ്റ് ഓൺ ക്ലേ ഓൺ ആവറേജ് കോണ്ടാക്ട് പ്രഷർ എന്ന് പറയുന്നത് 0.6 p/a വിത്ത് ആൻ അഡീഷണൽ 0.1 p/a അലോങ് ദ എഡ്ജസ് ആണ്. ഇനി റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ഓഫ് ലാർജ് ലെങ്ത് അതിൻ്റെ ആവറേജ് പ്രഷർ എന്ന് പറയുന്നത് ഈക്വൽ ടു 0.8 p ആവറേജ് പ്ലസ് 0.1 p/b ഫോർ ദ എഡ്ജസ്. അവിടെ പി എന്ന് പറയുന്നത് ടോട്ടൽ ലോഡ്, എ എന്ന് പറയുന്ന ഏരിയ, ബി എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദ ഫൂട്ടിംഗ് ആണ്. ആ റിജിഡ് ഫൗണ്ടേഷൻ വിത്ത് എ റിജിഡ് സൂപ്പർ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ലെസ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻ്റ് ആണ്, ലാർജ് വേരിയേഷൻ ഓഫ് കോണ്ടാക്ട് പ്രഷർ വിത്ത് ഹൈ ബെൻഡിങ് ആൻഡ് ഷിയർ സ്ട്രെസ് ഇൻ ദ ഫൗണ്ടേഷൻ മെമ്പർ. അത് നമ്മൾ നേരത്തെ കണ്ടാണ് അല്ലേ. ഫ്ലെക്സിബിൾ ഫൗണ്ടേഷൻ വിത്ത് എന്താ ഫ്ലെക്സിബിൾ സൂപ്പർ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് വളരെ കൂടുതലായിരിക്കും, അതിൻ്റെ യൂണിഫോം കോണ്ടാക്ട് പ്രഷറും ആയിരിക്കും വിത്ത് എന്താ ലോവർ വാല്യൂസ് ഓഫ് ബെൻഡിങ് ആൻഡ് ഷിയർ സ്ട്രെസ് ഇൻ ദ ഫൗണ്ടേഷൻ മെമ്പർ. ദെൻ വെൻ ദ ലോഡ്സ് ആർ സോ ഹൈ that the bearing pressure are increased to the point of shear failure in the soil. അപ്പോൾ അവിടെ ലോഡ് വളരെ കൂടുതലാണെങ്കിൽ എന്താണ് ബിയറിംഗ് പ്രഷറും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കോണ്ടാക്ട് പ്രഷർ ഈസ് ചേഞ്ച് ലീഡിങ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ പ്രഷർ ഓവർ ദ സെൻറ്റർ ഓഫ് ദ ലോഡഡ് ഏരിയ ഇൻ ഓൾ കേസസ്. അപ്പോൾ എന്താണ് കോണ്ടാക്ട് പ്രഷറും ചേഞ്ച് ചെയ്യും, ദാറ്റ് ലീഡിങ് ടു എന്താണ് ഇൻക്രീസ് ഇൻ ദ പ്രഷർ കൂടുന്നതിനനുസരിച്ച് കോണ്ടാക്ട് പ്രഷറും മാറും. The various factors affecting the pressure distribution under raft foundation and the difficulties in determining the effect of each. And the contact pressure distribution under a raft could be the following type. നമുക്ക് ഇവിടെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് പറയുന്നത്. നമുക്കിനി റോക്കിലും സ്റ്റിഫ് സോയിലും സോഫ്റ്റ് സോയിലും എങ്ങനെയാണ് അതിൻ്റെ കോണ്ടാക്ട് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. റോക്കിലാവുമ്പം എന്താണ് അതിൻ്റെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ എങ്ങനെയാണ് സ്റ്റിഫ് സോയിൽ നമുക്ക് ഫിഗറിൽ കാണാം, ബി എന്ന് പറയുന്ന ഫിഗറിൽ സ്റ്റിഫ് സോയിലിൽ കോണ്ടാക്ട് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ കുറച്ചുകൂടെ അതിൻ്റെ ഏരിയ കൂടുതലായിരിക്കും. സോഫ്റ്റ് സോയിലാണെങ്കിൽ അതിൻ്റെ എന്താണ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ലീനിയർ ആയിട്ടാണ് അല്ലേ. ഫിഗർ എ ബി സി എന്ന് പറയുന്നത് അപ്പോൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് therefore it is commonly justified that എന്താണ് the design of raft on a mud soft clay-ലൊക്കെ എങ്ങനെയാണ് by conventional rigid method using uniform pressure എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യുന്നതാണ് നമ്മൾ ഇതിൻ്റെ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ ഇൻഫാക്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണ് റിജിഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് വിത്ത് യൂണിഫോം സോയിൽ പ്രഷർ എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഡിസൈൻ എന്ന് പറയുന്നത് അതിൻ്റെ അസ്യൂംഡ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്ച്വൽ ബെൻഡിങ് മൊമെൻറ്റിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ റിസൾട്ടിങ് ഡിസൈൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കൺസർവേറ്റീവ് ബട്ട് ഇറ്റ് മേ നോട്ട് ബി എക്കണോമിക്കൽ ആവണമെന്നില്ല. അപ്പോൾ എക്കണോമിക്കൽ ആവാൻ വേണ്ടിയിട്ട് എന്താണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ ഡിസൈൻ വിത്ത് ഇലാസ്റ്റിക് മെത്തേഡ് വെച്ച് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യുന്നു. പക്ഷേ അതെന്താണ് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ആക്ച്വൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ റാഫ്റ്റ് എന്ന് പറയുന്നത് റിമൈൻ അൺആൻസേർഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ കോമൺലി എങ്ങനെയാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത് ബൈ കൺവെൻഷണൽ റിജിഡ് മെത്തേഡ് യൂസിങ് യൂണിഫോം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ആക്ച്വൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് റിമൈൻ അൺആൻസേർഡ് ആയിട്ടുള്ള കാര്യമാണ്. താങ്ക് യു.